അത്രയും ദൂരം സ്ട്രൈറ്റ് ആയിട്ട് കാണാവുന്നില്ല. ഇത്രയും വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് പറഞ്ഞത് അവൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ര ഒന്ന് ചവിട്ട പോലും ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഒരു ട്രാൻസ്പോർട്ട് സംഭവത്തിലെ ആൾക്കാർ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ടോപ്പ് ആൾക്കാർ. ഞാൻ കുറ്റം പറയുന്നതല്ല. എൻ്റെ കൊച്ചു എനിക്ക് ഇന്നാണ് കാലത്താണ് ഇവിടുന്ന് അങ്ങോട്ട് കണ്ണൻ്റെ കുഴിമാടമാണ്. കണ്ണൻ്റെ അമ്മയുമായിട്ട് സംസാരിച്ചു. അവൻ്റെ തെറ്റിക്കൊണ്ടുവരില്ല ആക്സിഡന്റ് ആയത്. ഒരു റോങ് സൈഡ് ഒരു ബസ് കയറി വന്നാണ് ആക്സിഡന്റ് ആയത്. അറിഞ്ഞായിരുന്നു. ഒരു ബൈക്ക് യാത്രികന് റോഡ് വഴി പോകുമ്പോഴത്തേക്ക് ഒരു പ്രാധാന്യം വലിയ വണ്ടികൾ കൊടുക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമായൊരു കാര്യം. അയ്യോ, എനിക്ക് പിന്നെ ആരുണ്ട്? എൻ്റെ കൊച്ചിനെ എവിടെ കൊണ്ടിട്ടേക്കണ? അമ്മയും കണ്ണനും മാത്രമുള്ളായിരുന്നു വീട്ടിൽ. കണ്ണൻ്റെ കാര്യമൊക്കെ അറിഞ്ഞ അമ്മ? ഇല്ല ഇല്ല മക്കളെ, പറയും മക്കളെ പറയും. എൻ്റെ കണ്ണൻ കണ്ണം പറഞ്ഞില്ലേ? മക്കളെ പറയും. എൻ്റെ കണ്ണൻ എന്ത് വല്ല കുഴപ്പമുണ്ടോ? അപകടം വല്ലതും ഉണ്ടോ എൻ്റെ കൊച്ചിന്? കണ്ണം പോയമ്മ. എവിടെ പോയി? എങ്ങനെ? കണ്ണം മരിച്ചു. ഓ, തന്നെ ഉള്ളത് എങ്ങനെ പെയിന്റ് ചെയ്യാൻ? ആർക്കും പറയാൻ പേടിയാണ്. അത് പെയിന്റ് ചെയ്യാൻ പോയെടുത്തുന്ന വീണ. അയ്യോ, എനിക്ക് പിന്നെ ആരുണ്ട്? എൻ്റെ കൊച്ചിനെ എവിടെ കൊണ്ടിട്ടേക്കണ? കണ്ണനെ അടക്കിയെന്ന് അമ്മ അറിഞ്ഞില്ലേ? ഇല്ല, എവിടെ കൊണ്ടടക്കി? അവനിവിടെ വീടും വീടും ഒക്കെ കിടക്കുകയാണ്. അമ്മ കണ്ണം മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. എന്നാലും ഞാൻ മറ്റേ 2 ദിവസമായി അമ്മയെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്നെ ഇവരൊക്കെ നിയോഗിച്ചേക്കുന്നത്. കണ്ണം പോയി, കണ്ണം മരിച്ചുപോയി. അവനെ ഇവിടെ കൊണ്ടുവന്ന് നടക്കണം. ഇവിടെ കൊണ്ട് അവൻ്റെ അച്ഛൻ അതുപോലെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അമ്മ ഇവിടെ കൊണ്ടുവന്ന് അടക്കിയത് അമ്മയ്ക്ക് ഓർമ്മയില്ല. അതുകൊണ്ടാണ്. ഇവിടെയൊന്നും കൊണ്ടുവന്നില്ല. ഞാൻ ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ പോണ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഇവിടെ താമസം ഉണ്ടോ നിങ്ങൾ? അല്ല, ഈ അമ്മയുടെ കൂടെ കണ്ണം മാത്രമേ തള്ള മാത്രം. പിന്നെ ബന്ധുക്കൾ ആരുമില്ല. ബന്ധുക്കൾ ഇദ്ദേഹം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അമ്മയുടെ പേരെന്താ? ശാന്ത. അമ്മ ആരാണ്? കണ്ണൻ്റെ എൻ്റെ കുഞ്ഞമ്മയാണ്. അമ്മേരെ ഉണ്ടായിരുന്നോ? ഇപ്പം എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് വീട്ടിൽ പോയി. അവർക്ക് ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചോദിച്ചാലും ആ കൊച്ചു പയ്യൻ നല്ലൊരു പയ്യനാണ്. പക്ഷേ എന്തായാലും നല്ല സ്വഭാവമാണ്. ഇവിടെ വന്നാൽ അവൻ്റെ തെറ്റിക്കൊണ്ടുവരില്ല ആക്സിഡന്റ് ആയത്. ഒരു റോങ് സൈഡ് ഒരു ബസ് കയറി വന്നാണ് ആക്സിഡന്റ് ആയത്. അറിഞ്ഞായിരുന്നു. കാരണം അമ്മയെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം അമ്മയെ എങ്ങനെയെങ്കിലും ഈ സത്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് അത് മനസ്സിലാവുന്നില്ല. രാവിലെ ഞാൻ പറഞ്ഞു, അപ്പോഴും കുറേയൊക്കെ കരയും അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ പിന്നെ അവർക്ക് ഓർമ്മയില്ല. എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? മരുന്നൊന്നും ഇല്ല. ഓർമ്മ കുറവ്. അസുഖം ഉണ്ടോ അമ്മയ്ക്ക്? അസുഖമൊന്നുമില്ല. ഒരു അസുഖവും ഇല്ല. കുഞ്ഞമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. വയസ്സായി അമ്മയ്ക്ക്? അവരൊക്കെ 70 വയസ്സ് വരും, 70 വയസ്സ് വരും. അത്രയുണ്ട്. പക്ഷെ അവർ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇന്നലെ മെനങ്ങുന്ന ആള് കൂടിയുന്നില്ലേ, എന്തിനു കൂടി നിൽക്കുന്ന എൻ്റെ മോൻ്റെ കല്യാണം ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും അവർ സത്യം അറിയണം. പറയണത് ഞാൻ ഇന്നും അങ്ങനെ തന്നെ പറഞ്ഞു. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷെ എനിക്ക് അവർക്ക് മനസ്സിലാവുന്നില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അവർ വീണ്ടും ചോദിക്കണേ എൻ്റെ മോനോടെ പോയി എന്ന് ചോദിക്കണം. പിന്നെ എന്താ പറയുന്നത്? ഇത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണം മാത്രമേ ഉള്ളായിരുന്നു അമ്മയ്ക്ക്? അവൻ ജോലി ചെയ്തെല്ലാം കൊണ്ട് അമ്മയെ നോക്കുന്നുണ്ട്. കൊടുക്കും നോക്കുകയും ചെയ്യും അവൻ. ആരുമില്ല. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. ഇവരെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ ആരെങ്കിലും 3 പേരുണ്ട്. വരുമ്പോൾ വരട്ട് പോകണം. അമ്മ ഒരു സത്യം മനസ്സിലാക്കുക. കണ്ണനില്ല എങ്കിലും അതൊരു സത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക അമ്മ. ഇതൊക്കെ ഇന്നിവിടെ ഇവിടെ നല്ലടി പോയ ഇവിടെ ഇന്നിവിടെ ഇല്ലായിരുന്നു. ഇന്നിവിടെ നല്ല പോയാ. അമ്മയുടെ വിശ്വാസമുണ്ട് അവന് കൂടെ ഉണ്ടാവും, എപ്പോഴും കൂടെ ഉണ്ടാവും, ഇവിടെ തന്നെ ഉണ്ടാവും. ഇവ കണ്ണ ഇവിടെ ഇല്ലേ? മുന്നേ ഞാൻ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല. എൻ്റെ കൊച്ചു പോയാ? എൻ്റെ കൊച്ചു എനിക്ക് ഇന്നാണ് കാലത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ചോദിക്കുന്നത്. അമ്മയുടെ വിശ്വാസം. അവൻ്റെ വണ്ടി എന്തിന്? വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഒരു കൊച്ചുണ്ടായിരുന്നു, അത് പോയാ? ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാനെങ്കിലും വന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മ കുഴപ്പമില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിയതൊരു കുറ്റമാണ് എനിക്ക് തോന്നുന്നു. അമ്മയുടെ മനസ്സിലുള്ളത്തോളം കാലം നമ്മുടെയും ഇവിടേക്ക് നാട്ടുകാരുടെ മനസ്സിലൊക്കെ അവനുണ്ട്, അവനോടൊക്കെ തന്നെ ഉണ്ട്. അവൻ പോയിട്ടില്ല.
അയ്യോ എൻ്റെ കൊച്ചിവിടെ ഇല്ലേ, എൻ്റെ കൊച്ചിനെ ഇനി കൊണ്ട് വന്നില്ലേ എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇത് എൻ്റെ കൊച്ചിവിടെ ഇല്ലേ, കൊച്ചു പോയാ എന്നെ കളഞ്ഞിട്ട് പോയാ. നമസ്കാരം. വളരെയധികം സങ്കടകരമായൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്, വിസ്മയട്ടി നിൽക്കുന്നത്. ഇത് പുളിമാത്താണ്, ആറ്റിങ്ങൽ കാരേറ്റ് പുളിമാത്ത്. ഇവിടെ നിൽക്കുന്നത്, ഇവിടെ കണ്ണൻ എന്ന 4 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ആക്സിഡൻറ്റിൻ്റെ വിഷ്വൽസ് എല്ലാം നമുക്ക് ലഭ്യമാണ്. അത് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു AC ലോ ഫ്ലോർ വണ്ടി, അത് തൊടുപുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് വരുന്ന വഴിയായിരുന്നു. റോങ് സൈഡ് കയറി അതിഭീകരമായിട്ടുള്ള സ്പീഡിലേക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ചെറുപ്പക്കാരൻ ആക്സിഡൻറ്റ് പെട്ട് മരിച്ചത്. എത്രയും പെട്ടെന്ന് എത്തി റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരുന്ന വണ്ടിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പറയുന്ന ഓവർടേക്കിംഗ്. ആ വിഷ്വൽ കണ്ടാൽ അറിയാൻ പറ്റും എന്തുമാത്രം വണ്ടി ഓവർടേക്ക് ചെയ്താണ് ബസ് കയറിയത്. പക്ഷേ അതുകൊണ്ട് തകർന്നത് ഒരു ചെറുപ്പക്കാരൻ, 34 വയസ്സുള്ള കണ്ണൻ്റെ ചെറുപ്പക്കാരുടെ ജീവിതമാണ്. അവനെ ആശ്രയം ജീവിക്കുന്ന അമ്മയുടെ ജീവിതം കൂടി തകർന്നു. കണ്ണൻ്റെ കുഴിമാടമാണ്. കണ്ണൻ്റെ അമ്മയുമായിട്ട് ഞാൻ സംസാരിച്ചു. അവരിതുവരെ റിയലൈസ് ചെയ്തിട്ടില്ല കണ്ണൻ മരിച്ച കാര്യം ചെയ്തിട്ടില്ല. ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നൊക്കെയാണ് അവർ വിചാരം. ഇവരെ ബന്ധുക്കളൊക്കെ എന്നോട് പറഞ്ഞു ഒന്ന് പോയിട്ട് അമ്മയുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് എന്തുമാത്രം പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കുറേയൊക്കെ സംസാരിച്ച് നോക്കി. പക്ഷേ ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത് കണ്ണൻ ഇവിടേക്ക് ഉണ്ടെന്നാണ്. കണ്ണൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെയാണ് ഹോസ്പിറ്റലിലൊക്കെ ആ സമയത്തുണ്ടായിരുന്നത്. ചേട്ടാ, ഇത് ഓവർടേക്കിംഗ് ആണല്ലോ? വണ്ടി ഓവർടേക്ക് ചെയ്തതാണ്. കണ്ണൻ അന്നത്തെ ദിവസം ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പെയിൻറ്റിങ് വർക്കാണ്. അപ്പോൾ ആ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞ് അന്ന് നേരത്തെ കഴിഞ്ഞ് ക്ലോസ് ചെയ്ത ദിവസമാണ്, പണി വർക്ക് തീർന്ന ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ കാരിലോട്ട് പോകുമായിരുന്നു. ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പോയത്. അപ്പോൾ അമിത വേഗത്തിൽ വന്നൊരു ഫാസ്റ്റാണ്. ഒരു 3-4 വണ്ടി ഓവർടേക്ക് ചെയ്ത് അപ്പോൾ ഈ വണ്ടി വന്ന് ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ ആക്സിഡൻറ്റ് നടന്ന ആ വണ്ടി കിടക്കുന്നത് നമുക്ക് കാണുമ്പോഴറിയാം ആ ആക്സിഡൻറ്റിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു, ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ KSRTC ബസ് ഇദ്ദേഹത്തിനെ കൊലപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട്. യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ആക്സിഡൻറ്റിന് മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ്. ഇദ്ദേഹം ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ വെച്ചിട്ടാണ് ഈ വീട്ടിൻ്റെ ദൈനംദിന ചിലവുകളും കാര്യങ്ങളും നടന്നു പോകുന്നത്. അതുപോലെ തന്നെ ഇത്തിരി പ്രായാധിക്യമുള്ള ഒരമ്മയാണ് അവൻ്റെ അമ്മയെന്ന് പറയുന്നത്. ഇപ്പോഴും അവർ ഈ ഒരു മരണവുമായിട്ട് അവർക്ക് അറിയത്തില്ല. ഇപ്പോഴും അതിലോട്ട് വന്നിട്ടില്ല, കടന്നിട്ടില്ല, അവരെ ഉൾക്കൊണ്ടിട്ടില്ല. മകൻ തിരിച്ചു വരുമെന്നുള്ള ഒരു കാൽക്കുലേഷനിൽ അവരിയ്ക്കുകയാണ്. വരുമ്പോൾ ഫുഡ് കൊണ്ടുവരും. ഇവിടെ വരുമ്പോഴൊക്കെ പറയുന്ന അവൻ തിരുവനന്തപുരത്ത് പോയി വരുമ്പോൾ ആഹാരം കൊണ്ടുവരും. ബൈക്ക് യാത്രികന് റോഡ് വഴി പോകുമ്പോഴത്തേക്ക് ഒരു പ്രാധാന്യം വലിയ വണ്ടികൾ കൊടുക്കാറില്ല എന്നുള്ളതൊരു വാസ്തവമായൊരു കാര്യമാണ്. അത്രയും ദൂരം സ്ട്രൈറ്റ് ആയിട്ട് കാണാവുന്നേ. ഇത്രയും വണ്ടി ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് അവിടെ നിന്ന് ഒരു ബൈക്ക് വരണത് അവൻ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒന്ന് ചവിട്ട പോലും ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനോടാണ്. സാറേ, ഇതിപ്പോൾ ഒരിക്കലും ഒരു ഡ്രൈവർ മനഃപൂർവ്വം ഒന്നും ആരെയും കൊണ്ട് ഇടിച്ച് കൊല്ലത്തില്ല. പക്ഷേ ഇത് സംഭവം അദ്ദേഹം ആ ഒരു CCTV തന്നെ ദൃശ്യമാണ്. അദ്ദേഹം എത്ര വണ്ടി ഓവർടേക്ക് എത്ര സ്പീഡായിരുന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് നഷ്ടമായത് ഒരു ജീവനല്ല, ഒരുപാട് ജീവനാണ്. കാരണം ആ അമ്മയ്ക്കോ, ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓർമ്മശക്തി പോലും ഇല്ല, മകൻ മരിച്ച കാര്യം പോലും അറിയില്ല, വേറെ ആരും അമ്മയ്ക്ക്, അച്ഛനില്ല, സഹോദരങ്ങളില്ല, ആരുമില്ല. ഈ നാട്ടുകാരും വീട്ടുകാരും ഈ പറയുന്ന സുഹൃത്തുക്കളൊക്കെ എന്നെയാണ് ചുമതലപ്പെടുത്തിയത് അമ്മ ഈ കണ്ണൻ മരിച്ച കാര്യം പറയാനായിട്ട്. ഞാൻ പറഞ്ഞപ്പോൾ പോലും അമ്മ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ വാർഡിൽ മെമ്പർ രഞ്ജിതം മാഡം കൂടെയുണ്ട്. മാഡത്തിൻ്റെ രാഷ്ട്രീയ കക്ഷി കൂടിയാണ്. മാഡത്തിൻ്റെ എന്താ പറയുക, മാഡം ഇടതുപക്ഷമാണ്, ഗണേഷ് കുമാർ സാറ് ഇടതുപക്ഷമാണ്. സാറിനോടത് പറയാൻ പറ്റുമോ ഈ അമ്മയെ രക്ഷിക്കാനായിട്ട്? ഗണേഷ് കുമാർ സാറ് ഇതിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ വാഹനം ഓടിച്ചത് വാഹനത്തിലെ ഡ്രൈവർ ആണ് അതിൻ്റെ ഉത്തരവാദി അല്ലേ? വാഹനത്തിലെ ഡ്രൈവറുടെ അടുത്ത് ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിട്ടാണോ അദ്ദേഹം അങ്ങനെ ഓടിച്ചത്? ഒരു ട്രാൻസ്പോർട്ട് സംഭവത്തിലെ ആൾക്കാർ ചെയ്ത സംഭവത്തിൽ ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോപ്പ് ആൾക്കാർ, ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഈ അമ്മയെ നോക്കാൻ ആരുമില്ല. ഓക്കെ, അത് ശരിയാണ്. അമ്മയുടെ അവസ്ഥ നിസ്സഹായ അവസ്ഥയാണ്. അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകനാണ് നഷ്ടപ്പെട്ടു പോയത്. ഗവൺമെൻറ് സംവിധാനത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ പാർട്ടിയും അതോടൊപ്പം ഒരു കൺസേൺഡ് വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഇടപെടാനുള്ള രീതികളിലൊക്കെ നമ്മൾ ഇടപെടുകയും ചെയ്യും. അവരുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യും. അത് ഉറപ്പാണ്. അതെ അതെ, ഉറപ്പ്. എന്തായാലും മാഡം വിസ്മയ ചാനലിൻ്റെ കൂടെ മാഡം ഉറപ്പ് തരികയാണ്. മാഡം എന്തായാലും ഞാനിപ്പോൾ പോയി അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർക്ക് മെഡിസിൻ പോലും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മുടെ മെമ്പർ മാഡം LFൻ്റെ കൗൺസിലർ കൂടിയാണ്. അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഗതാഗത വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുള്ള പിഴവ് തന്നെയാണ്. ആ പിഴവ് കൊണ്ട് ഒരു അമ്മ തിരിവിലാകാൻ പാടില്ല, മരുന്ന് കഴിക്കാതിരിക്കാൻ പാടില്ല, മരിക്കാൻ പാടില്ല. ഒരു മകൻ പോയി, നഷ്ടപരിഹാരം എന്തായാലും ഗതാഗത വകുപ്പ് നൽകണം. മാഡം ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഇല്ലേ മാഡം? ഉറപ്പ് നൽകിയിട്ടുണ്ട്.
വിസ്പേസിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.